ചോദിച്ചു പോലെ എവിടെയും പോലെ ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് വീട്ടിലെ ബാത്റൂമിന്റെ അകത്താണ്. ബാത്റൂമിലെ ദൈവം അതെന്നാടാ എന്നും രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ചകിളികളും ഒരു മൊബൈൽ ഫോണും കൊണ്ട് എന്നും 6 മണിക്ക് ബാത്റൂമിൽ കയറും. എന്നും 6:30 മമ്മി ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇറങ്ങാറായില്ലേ, ദൈവമേ ഇറങ്ങാറായില്ലേ. അപ്പൊ സംസാരിക്കാൻ സമയമില്ലാതെ കൂട്ടിപ്പോകാൻ. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. അപ്പം ഒന്ന്, ഒറ്റവാക്കിൽ പറയുന്ന കെട്ടിയവൻ ഉപന്യാസം വരെ പ്രതീക്ഷിക്കുന്ന ഭാര്യ. 2, വലിയ ലോകത്തിലെ കെട്ടിയവൻ ചെറിയ ലോകത്തിലെ ഭാര്യ. മൂന്നാമത് ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എപ്പോഴും ഏകാഗ്രതയിൽ പോകുമ്പോൾ പെണ്ണുങ്ങൾ ബഹുഭൂമായിട്ട് പോകും. അവിടെ ഭാഷായിരിക്കും. ഉദാഹരണം, കെട്ടിയവൻ TV വാർത്ത കാണുമ്പം അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ ഗൗരവത്തോടെയാണ് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിള്ളേർ കരയുന്നോ ഭാര്യ സംസാരിക്കുന്നോ ഒന്നും ഇഷ്ടമില്ല. അവന്റെ പ്രത്യേകതയാണ്. പത്രം വായിക്കുമ്പോഴത്തേക്ക് ഗുരുവിനാന്ന് വർത്താനം പറഞ്ഞ് അടുത്ത് വരുന്നത് അവൻ ഇഷ്ടമല്ല. സൈക്കോളജിക്കലി അവൻ ഏകാഗ്രതയുള്ളവനാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോ ഒരേ നിപ്പിൽ ആകാശവാണിയാണ്. പല പല കാര്യങ്ങളുണ്ട്. പത്രം വായിക്കുന്ന കിട്ടിയോ ഗ്യാസ് തീർന്നു പോയിട്ടോ, ടെറോർ കഴിച്ചിട്ടില്ല കേട്ടോ, അടുപ്പിന് മഴ പിടിക്കണോ, അല്ലാതെ മുമ്പ് കുറഞ്ഞു കേട്ടോ, ഉപ്പിന്റെ കാര്യത്തിൽ വണ്ണം പോരോ കേട്ടോ, ഇങ്ങനെ ഒത്തിരി കാര്യം കാണരുത്. ചില അവൻ വാർത്ത കാണുമ്പോൾ സമാധാനമാണ് വാർത്ത കാണാൻ ബുദ്ധിമുട്ടുക. വാർത്ത കാണും. അവൻ TV കാണുവാണോ അത് പത്രം വായിക്കണം. അങ്ങനെ എനിക്ക് വെറുതെ കണക്കുണ്ടാവും. ഒരു കൊച്ചുകുട്ടി അപ്പനോട് ചോദിച്ചു, അപ്പ അവൻ 4 പഠിക്കുന്ന കൊച്ച, അപ്പ ലോകമഹായുദ്ധങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചത്? അപ്പൻ കാര്യം കേൾക്കാൻ പറഞ്ഞു, മോനെ ചില രാജ്യങ്ങളിൽ ശാന്തമായിട്ട് പോകുമ്പോൾ വേറെ ചില രാജ്യം ചോദ്യം കഴിക്കുന്നു. അവിടെ നിന്നാണ് ലോകമഹായുദ്ധം. ഭാര്യയ്ക്ക് മനസ്സിലായി നമുക്ക് പഠിക്കുന്ന ഭാര്യ മോനെ അങ്ങനെയല്ല, മര്യാദ നമ്മൾ വലിയ അവന്മാരുണ്ട്, അവിടെയാണ് ലോകമഹായുദ്ധം. പ്രതാപടി കൊച്ച എന്നോടാണ് പഠിച്ചത്. എന്നോടാണ് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് സ്പീക്കാണ്. പാത്രം വിട്ട് കയറിപ്പോയി. കൊച്ചു കൊച്ചു അപ്പ പറയാൻ ലോകമഹായുദ്ധങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നത് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ വഴക്കും പെട്രോളും. നാലാമത്തെ വലിയ വ്യത്യാസം നമ്മൾ കണ്ടിരുന്നത് ആണുങ്ങൾ ക്ഷമിക്കുകയില്ല, മറക്കും. പെണ്ണുങ്ങൾ മറക്കുകയില്ല, ക്ഷമിക്കും. ആണുങ്ങളെ സംബന്ധിച്ച് 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ പല കാര്യവും മറന്നു പോകും. പക്ഷെ ചാരം കൂടി തീക്കട്ട പോലെ ഇഷ്യൂസ് അങ്ങനെ വരും. പിന്നെ ഒരു അവസരം വരുമ്പോൾ ഈ ചാരം കൂടി മാറുമ്പോൾ അകത്തെ പ്രശ്നങ്ങൾ അതുപോലെ തിരിക്കുന്നു. മറക്കും, പക്ഷെ ക്ഷമിക്കുക. പെണ്ണുങ്ങളോ ക്ഷമിച്ചു, എല്ലാ തമ്മാട്ടിലും കണ്ടാലും അങ്ങ് ക്ഷമിച്ചു, പക്ഷെ മറക്കുകയില്ല. അതുകൊണ്ടാണ് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഉള്ളിലോട്ട് പറഞ്ഞത് അത് പെണ്ണുങ്ങളുടെ സ്വഭാവം. കെട്ടിയവൻ കൂടി വിളിച്ചത് 2008 വർഷം 2015. എന്നാലും ഇന്നും ഉണപ്പടി പോലെ എഴുതി ചോദ്യം 2000 തന്നെ മുടി പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നതിൽ സന്തോഷം. ക്ഷമിച്ചു, പക്ഷെ മാറില്ല. മാത്യു സാർ കൈകൊണ്ടായ വൈകുന്നേരം 4 മണിക്ക് വിടുള്ളൂ. ഭാര്യയോട് മേൽക്കുട്ടി സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ തക്കാളിപ്പഴത്തിന് നിറം പാവം കൊണ്ട് മുടി പക്ഷെ മുഖത്ത് ഒരു കുറ്റിവീശയാ നോക്കുമ്പോൾ 7-ാം പോലെ. ഭാര്യ പറഞ്ഞു, ഏതോ മനുഷ്യ നാട്ടിലെ വല്ല വെള്ളവും വീശയുടെ തന്നെയില്ല, അവിടെ വീശയങ്ങൾ അവിടെ വഴിക്ക് കൊടുക്കുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാലഘട്ടം കഴിഞ്ഞുകൊണ്ട് 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മാത്യു സാർ 7:30 കൈക്കൊണ്ടായ വീട്ടിലോട് ഗേറ്റ് കടന്ന് കയറുമ്പോൾ പവർക്കെട്ടായിരുന്നു ഇരുട്ട്. ആ സമയത്ത് പൂന്തോട്ടത്തിന് സൈഡ് കിട്ടാൻ വേണ്ടി ഓളോ ഇഷ്ടിക ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്യു സാറ് അകത്തോട് കയറി ചെല്ലുകയും ഇഷ്ടിയെ തട്ടി സൂര്യൻ താഴ്ത്തുകയും മാത്യു സാറിന് വലുതേക്ക് കുടുക്കി തൊലിക്കും. മാത്യു സാറ് ഭാര്യയോട് മേൽക്കുട്ടി നീ എന്നാ ഒരു കൂടുതൽ നടന്നോളാ, കരണ്ടില്ലാത്ത ഇരുട്ടല്ലേ, പറയേണ്ടി ഇഷ്ടിക ഉണ്ടെന്ന് പിന്നെ കയ്യില്ലാതെ ഒഴിച്ചു പോയാലും ഇരുട്ട് ഇഷ്ടിക കാണാൻ പറ്റുമോ? പണ്ടേ മേൽക്കുട്ടിയുടെ മറുപടി പിന്നെ ശൈല ടീച്ചറെ മീശ കണ്ടയാൾക്ക് ഇഷ്ടിക കാണാൻ വർഷം 5 കഴിഞ്ഞാൽ ക്ഷമിക്കും, പക്ഷെ മറന്നില്ല എണ്ണി പറഞ്ഞു കൊടുക്കും. അടുത്ത ഒരു വ്യത്യാസം, ആണുങ്ങൾ ഒരു സമയം ഒരു കാര്യം വൃത്തിയായി ചെയ്യുമ്പോൾ സ്ത്രീ ഒരു സമയം 10 കാര്യം ചെയ്യും. അല്പം വൃത്തി കുറവുണ്ടോ? ആണുങ്ങൾ ഒരു സമയം ഒരു കാര്യം പതിയേടി, ആദ്യം വാഴ, പിന്നെ വഴുതന, പിന്നെ ചീര, പിന്നെ പയർ, പിന്നെ കണ്ടായി, ഓരോന്നും വൃത്തിയായിട്ട് കുറച്ചേ ചെയ്യുള്ളൂ. ചെയ്യുന്നത് വൃത്തി. പെണ്ണുങ്ങളോ എന്തെല്ലാം പണിയാ ചെയ്യുക, ഒരേ സമയം അരിയാടും,
ഇളയ കൊച്ചിനെ പോലെ ഓട്ടുന്നു, ദോശയ്ക്ക് വേണ്ടി അരി അരച്ചു വെച്ചിരിക്കുന്നു, കരി വർദ്ധിക്കൊണ്ടിരിക്കുന്നു, കോഴികൾ എടുക്കുന്നു, ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നു. 100 കൂട്ടം പണിയാ ചെയ്യും. 100 കൂട്ടം പണികൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ അല്പം കുറ്റവും കുറവും പോരായ്മയും വരുമ്പോൾ നല്ല ആണുങ്ങൾ പരാതി പറയരുത്. ആയിരിക്കുന്ന അവസ്ഥയിൽ അത് സ്വീകരിക്കാൻ പറ്റിയ കമന്റുകൾ പറയരുത്. കൊച്ചു പിള്ളേരുടെ മക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഒരു മണ്ണിൽ ലാപ്ടോപ്പ്, ഒരു മണ്ണിൽ ഐപാഡ്, ഒരു മണ്ണിൽ ടാബ്ലറ്റ്, ഒരു കൊച്ചു മണ്ണിൽ എഴുതുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്. ഏറ്റവും വലിയ അത്ഭുതം അതന്നെ. എൻ്റെ സാറെ, എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണെന്നറിയാവോ? വെളുപ്പിനെ കുലുക്കി പിടിക്കാൻ, എണ്ണ തലയിൽ തൂത്ത് തരാണ്ട്, വെള്ളം തലയിൽ താറാതെ തോർത്തി തരാണ്ട്, ഷർട്ടിന്റെ പടത്ത് ഇട്ട് തരാണ്ട്, ചോറ് പോയി കെട്ടിത്തരാണ്ട്, രാത്രി തലയണ പോലെ മടക്കി കെട്ടിത്തരാണ്ട്. എൻ്റെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരമ്മ എത്ര കരകളുള്ളതാണ്. അതുകൊണ്ടാണ് 100 കൂട്ടം കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും വന്നോ അത് എണ്ണിപ്പെരുക്കി വലുതാക്കി ആണുങ്ങൾ ഭാര്യയെ കുറ്റപ്പെടുത്തി മുൻപെടുത്തരുത്. ചില ആണുങ്ങൾ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞാല് ഞാൻ ആണാവും, പുരുഷനാവും, ആ ചിന്ത എടുത്തിട്ടുണ്ട്. ഭാര്യ എന്നായിട്ടാലും ഒരു ചെറിയ കുറ്റം പറയുന്ന ആളുകൾ കേട്ടിട്ടുണ്ട്. ഭാര്യ ചോറിടുമ്പോൾ വേവ് കൂടിയാൽ പറയും, ശർക്കര തേങ്ങ ജീരകം പാച്ചോറ് ഉണ്ടാക്കാൻ പറയാമല്ലോ. വേവ് പറഞ്ഞാൽ ഉണക്കവടി നൊഴിയതുപോലെ, മുള്ളു പിടിക്കുന്നതുപോലെ, മുക്കുന്നു മുള്ളുന്നു, മണിയുന്നു പോകാനിക്കുന്നു, കൊല്ലാൻ കഴിയുന്നതാണ്. ഒരു കുറ്റവും പറയാനില്ലേ. 3 കഴിഞ്ഞ് പഴവെങ്കിലും എടുത്ത് ഈ പഴവിനെ പറഞ്ഞു നേരെ പാടുന്നുണ്ട്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും വലിയ ഇഷ്ടം. പക്ഷെ അമ്മ എന്നെ ഉണ്ടാക്കിയാലും അപ്പൻ ഒരു കുറ്റം പറയും, ഒരു കുറ്റം പറയും. എന്നെ ഉണ്ടാക്കിയാലും കരി വെട്ടിയാൽ പറയും എന്നാ വലുതാടി, കരിവേപ്പില കറന്ന് കിടക്കുന്നു, സവോള മരുന്ന് കിടക്കുന്നു, കരി തന്നെ കുടിക്കുന്നു. ഇതാണ് ഓരത്ത്. അമ്മ മരിച്ച് വർഷം 20 കഴിഞ്ഞു. ജ്യേഷ്ഠന്റെ ഭാര്യ അവരെ ഒരുപോലെ നോക്കുന്നു. എന്നാലും അവധിക്ക് ഇരുമ്പോൾ എൻ്റെ മോന്റെ അമ്മ മരിച്ചതിന് ശേഷം വായിപ്പിച്ചു വിടാൻ ഒന്നും ഇത് എടുത്തു വിടുന്നില്ല. എല്ലാവരും കള്ളം പിടിച്ച സ്വയം എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ചാമ്മയുടെ വലത്തായിരുന്നു അപ്പൊ ഉള്ളപ്പോൾ നമുക്ക് സ്വന്തം വർത്താനം പറ്റുക, ഇല്ലാതെ നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു വ്യത്യാസമാണ്. വീണ്ടും ഒരു കാര്യമുള്ളത്, ആണുങ്ങൾ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനും, പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഐസുണ്ട്. ആണുങ്ങൾ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാം. അവൻ കോലഞ്ചേരിയിൽ നിന്നും മൂവാറ്റുപുഴ പോയിട്ട് തിരിച്ചു വരും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാനിതാ 35 കിലോമീറ്റർ യാത്ര ചെയ്തിരിക്കുന്നു. രേഖ ബസ് ടിക്കറ്റ് നോക്കുക. ഒരു വാഴ വെച്ചാൽ 10-ാം മാസം മുഴുത്ത നേത്രങ്ങളെ പൊട്ടിപ്പിടിച്ച് ഭാര്യയും മക്കളെയും നോക്കി പറയാം, എന്റെ രക്തത്തുള്ളികൾ വേരത്തുള്ളിലാണ് മെനഞ്ഞെടുത്ത പഴക്കല നിങ്ങൾ ഉരിഞ്ഞു ഭക്ഷിക്കും എന്ന് പറഞ്ഞ് ആ വാഴകളെ പൊട്ടിപ്പിടിക്കാം. അതേസമയം ഇവന്റെ ഭാര്യയോ, ഇവൻ 35 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ 40 കിലോമീറ്റർ യാത്ര ചെയ്തു. അവിടെ യാത്ര ചെയ്യുന്നത് കോലഞ്ചേരി എറണാകുളം അല്ലെ കോലഞ്ചേരി മൂവാറ്റുപുഴയിലല്ല. അവിടെ യാത്ര ചെയ്യുന്നത് അടിക്കള്ള വരാന്ത, വരാന്ത പന്നിവേലി, പന്നിവേലി കോഴിക്കോട്, കോഴിക്കോട് അടുമൂട്, അടുമൂട് തെങ്ങുമൂട്, തെങ്ങുമൂട് അവിടത്തോട് പട്ടി നടക്കുന്ന പോലെ നടപ്പോൾ നടത്തും. ആർക്കും രാത്രി അസുഖമാണ്, ഉറങ്ങാനോട് പറ്റില്ല. ഇതാണ് അമ്മയുടെ അവസ്ഥ. ഇവിടെ ആണുങ്ങൾ നല്ല വാക്ക് പറയാൻ, അത് ആണുങ്ങൾ മനഃപൂർവ്വം ചെയ്യും. ഭാര്യ ഒരു കറിയുടെ നേടി കൊള്ളാൻ എടുക്കും, ഇത്രയും നല്ല രുചി കൊള്ളാം, നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. പുറത്തു പോയി ഭാര്യ വൈകുന്നേരം തിരിച്ചു കിട്ടിയാൽ പറയാൻ, നേടി നീ ഇല്ലാത്ത വീട് ശവത്തോടെ പറയാ, നീ വന്നപ്പോഴാ ജീവൻ. ചില ആളുകൾ നേരെ തിരിച്ചു പറയും, ഓ നീ ഇല്ലാത്ത വീട് ശവത്തോടെ പോരാ, നീ വന്നപ്പോഴാ ശവം. വർത്തമാനങ്ങൾ നടക്കരുത്, നല്ല വാക്കുകളെ പറയാം. ഭാര്യ ഒരു കറി ഉണ്ടാക്കി തന്നാൽ നല്ലത് പറയണം. ഭാര്യ കണ്ണിമാങ്ങ അച്ചാറിട്ട് ചില്ലുപണ്ണിക്കകത്ത് അരപ്പും മാങ്ങായും നീണ്ട സ്പൂണും കൂടെ കൊടുത്തു. കിട്ടിയിട്ട് എന്നതാടി ഇത്? കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ കയ്യിലോട്ട് പോയി ഒഴിച്ചു, മാങ്ങ കഴിച്ചു, അരപ്പൊന്ന് നോക്കി. എന്നിട്ട് പറയാം, കണ്ണിമാങ്ങ അടവിയത് ആട്ടും കാഷ്ടം അരക്ക് വീണതല്ലോ. എടി അച്ചാറെന്ന് പറഞ്ഞോ, അതിനൊക്കെ അമ്മണിയുടെ അച്ചാറാണ് അച്ചാർ. ഇതെന്നാ അച്ചാർ? ഇത്രയും പറഞ്ഞോ, ആണുങ്ങളെ കഥ കഴിഞ്ഞു. ഭാര്യ പിറ്റേ ഞായറാഴ്ച 1-ാം തരം പോത്തിറച്ചി കൊലത്തി നിരന്തപാത്രത്തിൽ നിരത്തി കെട്ടിയോണ്ട് വിളമ്പി കൊടുത്തിട്ട് വരുമ്പേ, ഞാനൊക്കെ പോത്തിറച്ചിയാ കേട്ടോ, അമ്മണിയുടെ ഒരത്ത് പുറത്തോ അറിയത്തില്ല. അപ്പൊ പരസ്പരം മനസ്സിലാക്കുക. സ്ത്രീ ഒരു കാര്യം ഓർത്തോണം, വിശുദ്ധരായ സ്ത്രീകൾ, ശുദ്ധമതികളും പുണ്യവതികളുമായ വിശുദ്ധ സ്ത്രീകൾ അവരുടെ വീടുകളിലും
മൺചെടി കൊണ്ടായിരുന്നു. വാഴയിലെ ചാരയും കയറയും മണലയും വിമ്മും ഒക്കെ ചേർന്ന് അവർ തേച്ച് കഴിയുമ്പോഴും വിശുദ്ധരായ സ്ത്രീകൾ പ്രാർത്ഥിച്ചു. കെട്ടിയവന്റെ മനതിരിവിനും അമ്മായിയുടെ തലതിരിവിനും നാത്തുമ്പത്തിന്റെ മനസ്സാന്നിധ്യം ഈ ചെടി ഈ കൈ ആവും ഇങ്ങനെ കോലഞ്ചേരിയിലെ നിങ്ങൾക്കൊണ്ട് കരിയും ചെടിയും പുകയും പിടിച്ച കരിക്കലൻ കഞ്ഞിച്ചെടി നിങ്ങൾക്കൊരു വാടകക്കാരൻ കയറമാണത്. എത്ര പെണ്ണുങ്ങൾ പാത്രം ദേശീയവും പ്രാർത്ഥിക്കും. കെട്ടിയവന്റെ വിശുദ്ധീകരണത്തിനും അമ്മായിയുടെ മനസ്സാന്നിധ്യത്തിനും മക്കളുടെ വീണ്ടെടുക്കലും ഈ ചെടി ഈ പുക ഈ കൈ ഇങ്ങനെ നിങ്ങളുടെ കഴിവും എല്ലാവരുടെ മുടിഞ്ഞ ഇടപാട് ഒട്ടുകത്തെ അവസാനിക്കുള്ളൂ. ഇതാണ് വ്യത്യാസ. അപ്പൊ വ്യത്യാസങ്ങളെ മനസ്സിലാക്കുക. ഇതിൽ വിളിക്കുന്ന വാക്ക് വിജ്ഞാനം. ഒന്ന് വിജ്ഞാനം, രണ്ട് വിശുദ്ധി. കുടുംബത്തെ ദേവാലയമാകുന്ന അടിസ്ഥാനപരമായ രണ്ടാമത്തെ മൂലകമാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാര്യമാരെ ഒരേ സമയം വെച്ചുകൊണ്ടിരിക്കരുത്, രണ്ട് കെട്ടിയന്മാരെ ഒരേ സമയം വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് മിക്ക ഭാര്യാഭർത്താക്കന്മാർക്കും രണ്ട് കെട്ടിയന്മാരുണ്ട്, രണ്ട് ഭാര്യമാരും ദൈവമുണ്ട്. ഒരു സഹോദരിയെ നോക്കുന്നു, 1.5 മണിക്കൂർ സമയം വന്നിട്ട് കുളവാക്കിട്ട് പോകാനാണ്. എന്താണ് ഈ രണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും? എല്ലാ ആളുകൾക്കും സ്വപ്നം, ഞാൻ കഴിയുന്ന പെണ്ണിന് ശോഭനയുടെ വണ്ണം വേണം, മഞ്ജുവാരിയുടെ കല്ല് വേണം, പുതിയ സിനിമയുടെ കണ്ണു വേണം, കാവ്യമാധവന്റെ മൂക്ക് വേണം, ഇതുപോലെ വേണം എൻ്റെ പെണ്ണ്. പക്ഷെ ദൈവം നമ്മളോ കൽപ്പനയെ പോലെ കുരുക്കുരുക്കി നമ്മൾ കിട്ടിയ ആളുകളുടെ സന്തോഷം. പെണ്ണുങ്ങളുടെ സ്വപ്നം, ഞാൻ കഴിയുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ആണത്വം, മോഹൻലാലിന്റെ പുരുഷത്വം, സുരേഷ് ഗോപിയുടെ വീട്, ജയറാമിന്റെ ബമ്മൽ, ദിലീപിന്റെ ചമ്മൽ, പൃഥ്വിരാജിന്റെ ബുദ്ധിമീശ, ഇതൊക്കെ വേണം. ദൈവം നമ്മളോ ചേട്ടൻബാവ അനിയൻബാവയിലെ ഇന്ദ്രൻസിനെ പോലെ ഒരാളെ കൊണ്ടു തന്നെ ആളെ കൊണ്ട് സന്തോഷം. ആണുങ്ങൾക്ക് ആഗ്രഹം, ഞാൻ കഴിയുന്ന പെണ്ണിന് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയുക. ദൈവം നമ്മൾ ചമ്മന്തിരിക്കാൻ കഴിയില്ല പറയുന്നത്. അവൾ ആഗ്രഹിച്ചത് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരെ, ദൈവം നമ്മൾ സാധാരണ സൈക്കിൾ കാണുമ്പോൾ ലോകം വീഴുന്നവരെ. അവൾ ആഗ്രഹിച്ചു കട്ടിമീശ ഉള്ളവരെ, ഈശ്വരൻ കൊടുത്ത് ഒറ്റ വീശ പോലും ഇല്ല. തന്നെ ആളെ വിശുദ്ധി. ഇതിൽ വിളിക്കുന്ന വാക്ക് വിശുദ്ധി. കല്യാണം കഴിച്ചോ ഭാര്യയുടെ ഹൃദയം വടക്ക് നോക്കിയതിന് സൂചി പോലെ ഭർത്താവിലേക്ക് തിരിഞ്ഞിരിക്കണം, ഭർത്താവിന്റെ ഹൃദയം വടക്ക് നോക്കിയതിന് സൂചി പോലെ ഭാര്യയിലേക്ക് തിരിഞ്ഞിരിക്കണം. ഇതാണ് ജീവിതത്തിൽ വിജയം നമ്മൾ പറയുക. ഭാര്യയിലേക്ക് ശ്രദ്ധിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ശ്രദ്ധിക്കുന്ന ഭാര്യ. ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെ കുറിച്ച് പോകാതിരിക്കുക. ഞാനിങ്ങനെ മൂവാറ്റുപുഴയിൽ ഇരിക്കുന്നു, എനിക്ക് കോട്ടയത്തിനും പോകണം, അതേസമയം തൃശ്ശൂരിനും പോകണം. ഞാൻ കോട്ടയം വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ തൃശ്ശൂർ വണ്ടിയിൽ കയറിയാണെങ്കിൽ എനിക്ക് പെരുമ്പാവൂർ, അങ്കമാലി, കറുകുറ്റി, ചാലക്കുടി, കൊടകര, ആമ്പല്ലൂര്, കൊല്ലൂര്, തലോറ്, കുരിയച്ചിറ, തൃശ്ശൂർ ഇത്രയും സ്ഥലം കാണാമെന്ന് കോട്ടയം വണ്ടിയിൽ കയറി നോർത്തെങ്കിൽ കോട്ടയം വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ആസ്വദിക്കാൻ വേണം. മാറാടി, കൂത്താട്ടുകുളം, മോനിപ്പള്ളി, കുറവലങ്ങാട്, ഏറ്റുമാനൂര്, കാരിത്താസ്, സംക്രാന്തി, SH കോട്ടയം ഇത്രയും ആസ്വദിക്കാൻ പഠിക്കണം. ഞാൻ പൗരത്വത്തിന്റെ വണ്ടിയെ കയറിയിട്ട് വർഷം 21. ഈ വണ്ടിയിൽ നോക്കുക, കല്യാണത്തിന്റെ വണ്ടിയായിരുന്നു. കുറെ കൂടെ നല്ല വണ്ടി, കൊപ്പ വണ്ടിയും കോഴി കണ്ടേനും കാല് കണ്ടു വീട് കണ്ടേനും ഞാൻ ഒന്നേക്കും. എന്റെ പിടിയിലാണ് ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം. എങ്ങനെ ഉത്സാഹിപ്പിക്കാം, എങ്ങനെ കുമാരിപ്പിക്കാം, എങ്ങനെ ധ്യാനിപ്പിക്കാം, എങ്ങനെ കൗൺസിലിംഗ് നടത്താം, പിന്നെ എങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിലെ പൈസ ഇങ്ങോട്ട് വരുത്താൻ പറ്റും. ഇതൊക്കെ ഓർത്തോണ്ട് ഞാനങ്ങ് ജീവിക്കണം. എന്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേ നോക്കുമ്പോഴാ എന്നോട് കോടതി പഠിച്ച 3 മകളെ അപ്പന്റെ കത്ത് പൊന്നി യോസഫ് വെച്ച അപ്പനായവരെ അച്ഛനാക്കുന്ന സഹോദരൻ അവന്റെ വണ്ടി കൊടുത്തു. അടുത്തിടെ ചേട്ടൻ ചോദിച്ചു, ജോസഫ് അച്ഛന് അച്ഛനായിരിക്കുന്ന എന്തിനേലും കല്യാണം കഴിക്കണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ പോവും എന്ന്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ധ്യാനദിവസം കഴിയും അടുത്തു വന്ന് തുണി അലക്കി വലുതിന് ഓരം പതി പോലെ കൊടുത്തു. ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിലൊന്ന് ഞാൻ ഓർത്തുപോയി. ഉടനെ ചേട്ടൻ പറഞ്ഞു, പൊന്നി യോസഫ് വെച്ച അതിന് മേലിൽ അങ്ങനെ ഓർത്തേക്കരുത് എന്ന് തന്നെ. എന്റെ അച്ഛ എന്റെ വെള്ളം ഇന്നും അവിടെ സകലമായ തുണി എന്നെ കൊണ്ട് അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ സന്തോഷത്തോടെ ഇരിക്കുക. അതിൽ പിടിക്കുന്ന വാക്ക് വിശുദ്ധി. ഈ കുടുംബവർഷത്തിൽ അവർ ഒന്നാകുന്ന ചിന്ത അതോട് ചേർത്ത് വരുമ്പോൾ ദേവലോകത്തുനിന്നും ബാബായ ഒരു കൽപ്പന. ഫെബ്രുവരി മാസത്തിൽ പകുതിയോടുകൂടി നമ്മുടെ അമ്മോദവും ആരംഭിക്കുമ്പോൾ എല്ലാ ഓർത്തഡോക്സ് പള്ളികളിലേക്കും വരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ നക്കൽ ഫോം ഞാൻ കണ്ടു. വരാൻ പോകുന്ന ഇതാണ്,
2015 വർഷങ്ങളിലെ നമ്മുടെ സഭയുടെ വിവാഹ നിയമം 2015 ഫെബ്രുവരി മാസം 14-ാം തീയതി രാത്രി മുതൽ മാറുകയാണ്. ഒരു പുതിയ നിയമം വരുന്നു. ഒരിക്കൽ മാത്രമേ ഉള്ളൂ ചാൻസ്. അത് ഇത്രേ ഉള്ളൂ. കിട്ടിയ പുരുഷനോട് അന്ത്യം വരെ, കെട്ടിയ പെണ്ണിനോട് അവസാനം വരെ അത് മാറുകയാണ് ഫെബ്രുവരി 14-ാം തീയതി രാത്രി. ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കെട്ടിയവനെ മാറ്റി പുതിയ ഒരാളെ എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഭാര്യയെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ഭാര്യയെ 2015 ഫെബ്രുവരി 14-ന് സ്വീകരിക്കാം. ഇടയില്ലാനും ഒരു സഹോദരൻ പുറകിൽ തലമുടി എന്റെ മുമ്പിൽ സത്യമാണോ അച്ഛൻ ബാബാ പറയുമോ അത് അച്ഛൻ പഠിക്കാൻ വേണ്ടി പറയാം. വെറുതെ ഓർമ്മതി നടക്കാൻ പോകുന്നത്. വലിയൊരു കാര്യം ഞാനിവിടെ അനൗൺസ് ചെയ്താൽ എന്തായാലും ഇവിടുത്തെ പ്രതിയായിരുന്നു. 19 ദിവസം ചെടിയ കൂട്ടിശാലുണ്ടായ കൊടുങ്കാറ്റിന്റെ എരപ്പ് ഇവിടെ കേൾക്കാം. 160 പേര് മാറ്റിയെടുക്കാവുന്നത്. 20% പേര് പറയും ഒരിക്കൽ പെട്ടുപോയി ഇനി പഠിക്കില്ലേ ഇല്ല. 10% പേര് പറയും ഇപ്പോൾ ഉത്തരത്തിൽ ഉത്തരപ്പാലി വേറെ ഒന്നും വേണ്ടേ വേണ്ട. അവസാനത്തെ 10% പേര് നോക്കണം. എല്ലാവരും പറയും ഞാനും മാറും, ആരും പറയില്ല ഞാനും മാറുന്നില്ല. എത്രമാത്രം തൃപ്തി എന്നുള്ളതാണ്. അപ്പൊ തൃപ്തിയോടെ അനുവദിക്കുന്ന വാക്ക് വിശുദ്ധി. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം. കുടുംബത്തിന് 3ാമത്തെ മൂലക്കല്ലാണ് വിവേകം വേണ്ടുന്നത്. എന്താണ് വിവേകം? ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഭാര്യ പറയരുത്. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഭർത്താവ് പറയരുത്. 2015 പുതിയ മാസത്തിലെ പുതുവർഷത്തിലെ ഒരു പുതിയ തീരുമാനമാണ്. മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞാൽ എന്താ നേട്ടം? ചില വീട്ടിലെ വഴക്കെടുക്കാമെങ്കിൽ ദമ്പതികളുടെ പ്രശ്നമല്ല, അന്തരീക്ഷ കാലാവസ്ഥയെ കുറിച്ചും സർക്കാരിനെ കുറിച്ചും ഒക്കെ പഠനങ്ങളാണ് പരിചയത്ത് പഠനമുണ്ടാകുക. ചിന്തിച്ചാൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. അവിടെയാണ് വിവേകം. ഭർത്താവിനെ ബലപ്പെടുത്തുന്ന വാക്ക് ഭാര്യ പറയണം, ഭാര്യയെ ബലപ്പെടുത്തുന്ന വാക്ക് ഭർത്താവ് പറയണം. ഉദാഹരണത്തിന് ഭർത്താവിന് ചോമെന്ന് കേട്ടാൽ അടിച്ചു, അങ്ങനെയെങ്കിൽ ചോമുട്ട അങ്ങനെ വിളിക്കാവുന്നു. എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ് കോഴിക്കറി വെക്കണം. 3/4 ഭാഗമായ കോഴിക്കാര് എരിവും ചൂടോടെ ചാരിയിൽ നിന്ന് കറുമുറ കഴിച്ചതിന് ഇഷ്ടമാണെങ്കിൽ ഇനിമേൽ കോഴിക്കറി വെക്കുമ്പോൾ 3/4 ഭാഗമായ കോഴിക്കാര് എരിവും ചൂടോടെ ചാരിയിൽ നിന്നിട്ട് ചേട്ട കടിക്ക് കോഴിയുടെ കാശത്തിന് പറഞ്ഞ് നെറ്റിപ്പിടിച്ചെടുക്കുന്ന ഭാര്യ വിവേകമുള്ള ഭാര്യ. എന്റെ ഭർത്താവിന് ഒരു കണ്ടപ്പോൾ അടഞ്ഞ കണ്ടു. ആ കണ്ണിനെ കുറിച്ച് കേട്ടാൽ അരിച്ചു. പക്ഷെ ഭാര്യ അരിച്ചു വരുന്നു വച്ചനായും വിളിക്കുന്ന വാക്ക് കൊച്ചക്കണ്ണ തിരുത്താൻ പറ്റുന്ന വാക്ക് പറയുന്നത്. ഭർത്താവ് ഒരു നീല പാൻസിൽ ചുവന്ന ഷർട്ട് വിട്ടു, ഒരു മക്കളിന്റെ അടുത്തേ ചെയ്തി ഭാര്യയിൽ വിടും. എങ്ങനെയുണ്ട് എന്നെ കണ്ട പ്രതീക്ഷിച്ച മറുപടി ചേട്ടനെ കണ്ട ഷാരിക്കാരെ പോലും ഇല്ല. അവൾ എടുത്തടിച്ചവരെ പറയും കേമമായിരിക്കും റെയിൽവേയിൽ ചലക്കി നോക്കുന്ന ഫോണിനെ പോലെ. അവൻ പറഞ്ഞ സത്യമായി നീ അതെന്നാ പറയുന്നത്? 23 വർഷമായിട്ട് ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചോദിച്ചിട്ടില്ല, നീ തന്നെ വേണം എന്നോട് പറയാൻ. ഒരാഴ്ച ഭർത്താവ് പറയും പണിയിൽ, ഞായറാഴ്ച ഭാര്യ വഴിയിൽ പോകുക. ഭർത്താവ് വളരെ ചോദിച്ചു നീ എളുപ്പമായി അവൾ നരയ്ക്ക് പോവാം, അത് കൊടുത്ത് പോയി ചോദിച്ചു. ഇങ്ങനെയാണ് ബന്ധത്തിൽ പോവുക. വിവേകമില്ലാത്ത വാക്കുകൾ പറയുന്നത് വിവേകത്തിന്റെ വാക്കുകളെ പറയാവൂ. ഇനി ഭാര്യയുടെ പേര് മറിയനെ കേട്ടാൽ നമുക്ക് ചൊറിയും. മറിയാമ എന്ന് വിളിച്ച് ഇത്തിരി എടുക്കും. ഇങ്ങനെ പേര് വിളിക്കും മറിയാമ അങ്ങനെ വിളിക്കാവും. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പാളയംകോടൻ പഴവും പരിപ്പോടയും കൂടെ കഴിക്കാനായിട്ട്. വിവാഹ ഭാഷയിലും കുഞ്ഞുങ്ങളുടെ ജനനത്തിലും ഭാര്യയുടെ ജനനത്തിലും 5ാമത് മഴയും പഴവും കൂടെ ഒരു കടലാസിൽ കുഞ്ഞിട്ട് മോളെ മറിയാമെ കടിക്കടി വടാ പഴം പോയി കൊണ്ടിരുന്ന ഭർത്താവും വിവേകമുള്ള ഭർത്താവും. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു വിവേകമുള്ള വ്യക്തികളുമാരും ഭാര്യയെ പേരിനോട് ചേർത്ത് മോളെ വിളിച്ചാൽ കുടുംബജീവിതം സ്വർഗമാവും. ഉദാഹരണം ജെസ്സിയാണോ ജെസ്സി മോളെ, ടെസ്സിയാണോ ടെസ്സി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ. വിളിച്ചു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. ഒരു സ്ത്രീ പറഞ്ഞാൽ ഒരു ധ്യാനവും കൂടേണ്ട. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ ഭർത്താവിനെ മോളെ എന്ന് നീട്ടി വിളിക്കും. പക്ഷെ അച്ഛ ആരംഭത്തില് വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് മോളെ വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും കുടുംബത്തിൽ പറയരുത്. വിവേകമുള്ള വാക്കുകളെ കുടുംബത്തിൽ സംസാരിക്കാവൂ. ഒരിക്കലും ഭാര്യയുടെ ഷേപ്പിനെ കുറിച്ച് ഒരു കുറ്റവും പറയരുത്. ഭാര്യയുടെ ഷേപ്പിനെ കുറിച്ച് ഉദാഹരണത്തിന് എത്ര ഭംഗി ചോർന്നു പോയ ഭാര്യയാണെങ്കിലും ഭർത്താവ് എന്നേടി പ്രിയങ്ക ചോപ്ര കഴിഞ്ഞാൽ അടുത്ത
ആഫീസ് കൂടിപ്പോയല്ലോ. ഇതുകൊണ്ട് വാക്ക് പറഞ്ഞു ഭാര്യ ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങി. ഒരു ഭർത്താവും ഭാര്യയും കൂടി 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു വിവാഹ വാർഷികം വന്നു. വിവാഹ വാർഷികം വന്നപ്പം അവർ തീരുമാനിച്ചു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഹോട്ടലിൽ ചെന്നപ്പം 10-20 ദമ്പതിമാര് ഇറങ്ങാൻ വേണ്ടി അതേ ഹോട്ടലിൽ തന്നെ വന്നിരിക്കുന്നു. ഡൈനിങ് ഹോളിൽ കയറിയപ്പോൾ ഒരു മുഴുത്ത മേശപ്പുറത്ത് ചപ്പാത്തി, പൊറോട്ട, നാന്, ബ്രെഡ്, അപ്പം ഇതെല്ലാം ചെയ്തു. അടുത്ത മേശപ്പുറത്ത് ലിവർ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഫിഷ് മോളി, ബീഫ് ഫ്രൈ, വെജിറ്റബിൾ കുറുമ, കറികൾ ചെയ്തു. മൂന്നാമത്തെ മേശപ്പുറത്ത് പഴം, ഓറഞ്ച്, ആപ്പിൾ, ഐസ്ക്രീം, മുട്ടായി ഐറ്റങ്ങൾ, സ്വീറ്റ് ഐറ്റങ്ങൾ ചെയ്തു. എല്ലാവരും കയറിയിരുന്നു. ഒന്നാമത്തെ കെട്ടിയവൻ ഭാര്യയോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു, എന്റെ സ്വീറ്റി കുറെ സ്വീറ്റ്സ് എടുത്തു തരാമോ? അവൾ മധുരപലഹാരം എടുത്തു കൊടുത്തു. ആളെ ഇറങ്ങി. രണ്ടാമത്തെ കെട്ടിയവൻ പറഞ്ഞു, എന്റെ കരളെ ലിവർ ഫ്രൈ എടുത്തു തരാമോ? അവൾ എടുത്തു കൊടുത്തു. അവൾ ഇറങ്ങി. മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു വേറെ വിഷയം ഞാനും ഒന്ന് ഇറങ്ങട്ടെ. അവൻ നിർദ്ദേശം പറയുക, എന്റെ പോത്തെ ആ ബീഫ് ഫ്രൈ എടുത്തു തരാമോ? അവളുടെ കൂടെ എഴുതുവാണ്. വിവേകമില്ലാത്ത വാക്ക് പറയരുത്, വിവേകമുള്ള വാക്കുകളെ പറയാം. വിവേകം കുടുംബത്തെ സ്വന്തമാക്കി മാറ്റുന്നു. ഒന്നാമത്തെ മൂലക്കല്ല് വിജ്ഞാനം, രണ്ടാമത്തെ മൂലക്കല്ല് വിശുദ്ധി, മൂന്നാമത്തെ മൂലക്കല്ല് വിവേകം. നാലാമത്തെ മൂലക്കല്ലിന്റെ പേരാണ് വിധേയത്വം. കുടുംബത്തിൽ വിധേയത്വം ആവശ്യമാണ്. വിധേയത്വം പ്രത്യേകിച്ച് ഓർക്കുക, കുടുംബം ബലപ്പെടണമെങ്കിൽ ഭാര്യയാണ് കൂടുതൽ വിധേയത്വം കാണിക്കേണ്ടത്. അതിന്റെ കാരണം ഇതാണ്, കൂടുതൽ സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ദൈവം കൃപ തന്നിരിക്കുന്നത് ഒരമ്മയ്ക്കാണ്. അപ്പനേക്കാൾ ഓർത്താൽ മതി. നമ്മുടെയൊക്കെ പഴയ അമ്മച്ചിമാരെ ഓർത്താൽ മതി. ക്രൂരന്മാരായ കെട്ടിടന്മാർ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചത്, എത്ര സഹിച്ചിരുന്ന നമുക്ക് വേണ്ടി അമ്മമാരൊക്കെ പണ്ട് സഹിച്ചത്. അതുകൊണ്ടാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സഹനത്തിനും കഴിവ് ദൈവം സ്ത്രീക്ക് എന്നോട്. സ്ത്രീ വിട്ടുവീഴ്ച ചെയ്താലേ, വിധേയത്വം കാണിച്ചാലേ കുടുംബബന്ധങ്ങൾ ബലപ്പെടൂ, അത് ശക്തി ഉള്ളതായി മാറും. കുടുംബത്തിൽ ആ വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ വിധേയത്വം നഷ്ടപ്പെട്ടു വരുന്ന കുടുംബങ്ങളാണ് നമ്മൾ കാണുക. നമ്മുടെ യൂറോപ്പും അമേരിക്കൻ സമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് ശമ്പളം കൂടി വന്നപ്പോൾ ആണുങ്ങളെ വിഘടിച്ചിട്ട് ഡൈവോഴ്സിന് കേസ് കൊടുത്ത അനേക കേസുകൾ അടുത്ത കാലത്ത് ഒത്തിരി വർദ്ധിച്ചു വരുന്നുണ്ട്. പണ്ട് ആണുങ്ങളുടെ കുടിയും ക്രൂരതയുമുണ്ട്, ഇന്ന് പെണ്ണുങ്ങളുടെ കലങ്ങനമുണ്ട്. അല്പം പൈസ കൊടുക്കണം. ഇടുക്കി ജില്ലയിലെ ഒരു പള്ളിയിൽ ധ്യാനിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, എന്റെ മമ്മി മോശമായിപ്പോയി. ഒരു 4 വർഷം മുമ്പ് മമ്മി വളരെ പാവമായിരുന്നു, ചീത്തവാക്കൊന്നും പറയാനായിരുന്നു. 3-4 വർഷമായിട്ട് അപ്പനോട് തർക്കതരം പറയും, ചീത്ത വർത്തമാനം പറയും. എപ്പോഴും TV സീരിയലിൽ നിന്ന് മാസികം വായിച്ച് അമ്മ ഇരിക്കുക. അമ്മയുടെ മട്ടാകെ മാറിപ്പോയി. ഞാൻ എന്നാ പറ്റിയതാ? അപ്പം പറയുന്ന മമ്മി തൊഴിലുറപ്പ് പദ്ധതി പോയപ്പോൾ മുതലാണ് സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നത്. 160 രൂപയെങ്കിലും അഡ്രസ് ഇല്ലാത്തവരെ പൊളിച്ചതിന് കേസ് പഠിച്ചിട്ട് പോയി. അത് ഭർത്താവിനോട് മകളോട് തന്നെ ചില പഠിച്ച പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കേസുകളിൽ ഇടപെടില്ല. അങ്ങനെയുള്ളവർ സ്ത്രീ വികാരിയായി മാറുമ്പോൾ കുടുംബം തകരും. അവിടെയാണ് വിധേയത്വം. സ്ത്രീയിൽ നിന്നും കൂടുതലായി വിധേയത്വം ഭർത്താവിനോട് കാണിക്കണം. എങ്കിലെ കുഞ്ഞുങ്ങളും കുടുംബവും നമ്മുടെ സഭയും സമൂഹവും ബലപ്പെടുത്തുന്നു. ഇംഗ്ലണ്ടിലെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞു, ഇംഗ്ലണ്ടിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടണമെങ്കിൽ ഇന്ത്യൻ മോഡൽ ഭാഗത്തിന് ശിരസായ ഭർത്താവ്, ഹൃദയമായ ഭാര്യ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഒരു ബലം. അവിടെയാണ് വിധേയത്വം. ഇന്ന് പല ആണുങ്ങൾക്കും പെണ്ണുങ്ങളെ പേടിയാണ്. പണ്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പേടിക്ക് തിരിച്ചാണ്. ആണുങ്ങളും പെണ്ണുങ്ങളെ പേടിയുള്ള പല ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ചില ജീവിതത്തില് ആ ഒരു രീതി ചില പെരുമാറ്റത്തിന് കണ്ടിട്ടുണ്ട്. ഒരു ഭർത്താവ് മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയെ കാണുമ്പോൾ ദേഹം പെരുകുന്ന പോലെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൂ. അത് അറിയത്തില്ല, അവളെ എന്തെങ്കിലും എനിക്ക് ധൈര്യമാണ്, അവളെ കാണുമ്പോൾ എനിക്ക് പേടിയില്ല. അപ്പൊ മനഃശാസ്ത്രം പറഞ്ഞു, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അഭിനയിക്കാൻ പഠിക്കുക. കണ്ടുപിടിച്ച് ഭൂസായത്തിൽ അഭിനയിക്കാൻ പഠിക്കുക. വീടിന്റെ വാതിൽ എന്ന് പറയുക, പുല്ലാണേ പുല്ലാണ്, ഭാര്യ എനിക്ക് പുല്ലാണ് എന്ന് പറയാൻ പറ്റും. അവൻ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഗേറ്റിന്റെ പറഞ്ഞു, പുല്ലാണേ പുല്ലാണ്. 2 പ്രാവശ്യം വരുമ്പോൾ ഭാര്യ ചെലവയും ചൂടുവായി വീടിന്റെ വരാൻ്റെ ഞാൻ താൻ പറഞ്ഞു ചോദിച്ചു. അവന്റെ സകല ശക്തി ചോർന്നു പോയി. അവനും പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണ് അവർ കുത്തിയിട്ട് വയ്യാൻ തുടങ്ങി. ഇവിടെയാണ് ബന്ധം നടന്നില്ല. ഒരു മനഃശാസ്ത്രജ്ഞൻ 500 ഭർത്താക്കന്മാർ ക്ലാസ് എടുക്കും. 500 ഭർത്താക്കന്മാർ ക്ലാസ് എടുക്കുമ്പോൾ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, പണ്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് ഒരു വിധേയ
പല ആണുങ്ങളും പെണ്ണുങ്ങളോട് വിധേയത്വം വരുമ്പോൾ തലയുടെ മോള് താന്നു പോകുന്നു, തലയുടെ പേര് ഇല്ലാതാവുന്നു, ശിരസായ ഗൃഹനാഥൻ താന്നു പോകുന്ന അവസ്ഥ. ഞാനിന്ന് ചോദിക്കട്ടെ, ഭാര്യമാര് പറയുന്നത് അതുപോലെ തരുന്ന കെട്ടിയവന്മാര് നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ എന്റെ അടുക്കിലേക്ക് വരിക. പറഞ്ഞു തീർന്നവാളെ 490 കെട്ടിയവന്മാരും റോക്കറ്റ് ജോലി വന്നു ഞാൻ എടുത്തും വരുന്നു. ഒരുത്തൻ കാലിൽ തിരിവെച്ച് കുലുക്കി ചിരിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രം പറഞ്ഞു, നിങ്ങൾ എത്രയും പേര് പെണ്ണുങ്ങളെ ഭാര്യമാരെ പേടിക്കുമ്പോൾ ഒരുത്തരെങ്കിലും എടുത്ത സ്വന്തം തീരുമാനം. നീ എന്താ ഭാര്യമാരോട് ഭയോട് വരാൻ പറ്റുമ്പോൾ വരാതെ എന്നത് ഉമ്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ഒരു സാറെ അത് വരാതിരുന്നതിന് പ്രത്യേക കാരണമൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് പോരാത്തതിനും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞായിരുന്നു, പല അമ്മമാരും അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വന്ന് പറയും, അല്ലെങ്കിൽ പോയത് അവിടെ തന്നെ ഇരിക്കണമെന്നാവുന്നത്, അതാ വരാതെ ഇവിടെ തന്നെ ഇരുന്ന് പോയത്. അന്ധമായ വിധേയത്വങ്ങളാണ് കുടുംബത്തിൽ പ്രശ്നമായി മാറുക. അപ്പൊ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ വിധേയത്വം കാണിക്കും, അതുപോലെ ഭർത്താവ് ഭാര്യയോടും കാണിക്കുക, ന്യായമായ കാര്യങ്ങൾ. 5 വീണ്ടെടുപ്പ്. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹാ പറയുന്നു, ഒരു ഭാര്യ ഭർത്താവ് മൂലം വീണ്ടെടുക്കപ്പെടും, ഒരു ഭർത്താവ് ഭാര്യ മൂലം വീണ്ടെടുക്കപ്പെടും. വീണ്ടെടുപ്പ് ഭാര്യ ഭർത്താവിനാൽ, ഭർത്താവ് ഭാര്യയാൽ വീണ്ടെടുക്കപ്പെടണം എന്നാണ് പറയുക. ദൈവമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ കുറവ് പരിഹരിക്കാൻ കഴിവുള്ള ഭാര്യയെ ദൈവം നൽകും, ഭാര്യയുടെ കുറവ് പരിഹരിക്കാൻ കഴിവുള്ള ഭർത്താവിനെ നൽകും വീണ്ടെടുക്കാൻ വേണ്ടി. ഉദാഹരണം, പള്ളിയിൽ പോകാൻ മടിയുള്ള കെട്ടിയവന് പള്ളിയിൽ ഇറങ്ങാത്തവനെ ദൈവം കൊടുക്കും. വേദപുസ്തകം കൈകൊണ്ട് തൊടാത്തവന് ബൈബിൾ താരമുണ്ടാത്തവനെ ദൈവം കൊടുക്കും. അന്താരാഷ്ട്ര ഫിസിക്കന് ഇന്റർനാഷണൽ ഭൂത്തടികാരിയെ കൊടുക്കും. ഞെടിഞ്ഞ് നടക്കുന്നവന് വളഞ്ഞു നടക്കുന്നവനെ കൊടുക്കും. ഇതാണ് പദ്ധതി. ആണുങ്ങൾക്ക് സ്വഭാവക്കാരെ പ്രാർത്ഥന അത് ബോധം, പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥന പരമ സന്തോഷം. സിറ്റിയിൽ പോയി രാത്രി വീട്ടിൽ വന്ന ഭർത്താവിന്റെ ആദ്യത്തെ ചോദ്യം, പ്രാർത്ഥന കഴിക്കുമോടി, ഇല്ലെങ്കിൽ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്കാണല്ലോ എന്തോരം പ്രാർത്ഥിച്ചാലും പോരാ. മനക്കെട്ടി ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവ്. രാത്രി 10:00 വീട്ടിലുള്ള തരംഗം കേട്ടോ ഭർത്താവ് തോർച്ചും ചൂടും ചെയ്യും, ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും, പൊന്നു മനുഷ്യ പോകില്ലേ, പാമ്പാനെയും ചേമ്പാനെയും പൂമ്പാനെയും ഉപയോഗിക്കുന്നത്. അവർക്ക് മനക്കെട്ടി കുറവ്. ആണുങ്ങൾക്ക് തൊലിക്കെട്ട് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാലും കാപ്പിക്കൊമ്പനെ പിടിച്ചപോലെ പാർവ്വതം പോലെ നല്ല കെട്ടി. അതേസമയം പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ മോഡലിലോ വണ്ണിലോ പിടിച്ചപോലെ പർവ്വത പരുവത്തിൽ ഒരു നല്ല മയം. അതുകൊണ്ടാണ് കുഞ്ഞ് കരയുമ്പോൾ അപ്പനെടുത്തോ കൊച്ചു പൂർവാഗ്നിശക്തിയുടെ കാണുന്നതും സർവകൈയിലെ മുഖ്യ പോലെ മരുന്നിയെ തട്ടുപോലെ വരാതെ കെട്ടി. അമ്മ എടുക്കുമ്പോഴെ കുറിച്ച് കരച്ചിലെത്തും യൂറോപ്ലസ് ലണ്ടത്തിൽ മുഖ്യ പോലെ ഒരു നല്ല മയം. ഇനി സകലശക്തി ആർക്കാ കൂടുതൽ? അത് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ആണുങ്ങളെക്കാൾ. ആണുങ്ങൾക്ക് തലവേദന വന്നോ സുനാമി, വൈദ്യവേദന വന്നോ ലോകമഹായുദ്ധം, നെഞ്ചുവേദന വന്നോ ഭൂമികുലുക്കം. ഭാര്യ അവനെ തന്നെ നോക്കണം, സകലം കുറവ്. പക്ഷെ നല്ല അമ്മച്ചിമാരെ കേട്ടിട്ടുണ്ട്, തലച്ചോറിൽ പഴുപ്പ എന്നാലും പറയും ഉൾവാപനം കുറിച്ച് അറിയായിരുന്നു, തലയുടെ വേദന പോകും. കുടലെടുത്ത് പൊട്ടുക അവിടെയും പറയും മല്ലിക്കാപ്പ് കുറിച്ച് അറിയാം, അതിന്റെ മൂളെടുത്ത് മാറുമോ, സഹിക്കാൻ ഒരു മടിയില്ല. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാത്ത വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്ക് ഇല്ല. ഒരു ചേട്ടത്തി പറയുന്നത്, അച്ഛാ എന്റെ മൂത്ത മോനെ പ്രസവിച്ചതോ എന്തൊരു നൊമ്പരമായിരുന്നു, ഇനി ഈ പരിപാടിക്കൊന്നും ഇല്ലെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു. പക്ഷെ ഞാൻ 11 പ്രാവശ്യം ദൈവത്തോട് ആലോചന ചോദിച്ചു, ഇനി ഒരു കൊച്ചു വേണ്ട എന്നുള്ള തീരുമാനം എന്റെ ദൈവമായിരുന്നു. എന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ? അങ്ങനെ 11 പ്രാവശ്യം ദൈവത്തോട് ആലോചന ചോദിച്ച് എന്റെ അച്ഛാ ഞാനിന്ന് 12 മക്കളെ അമ്മയാണ്. സകലശക്തി ദൈവം കൊടുത്തിരിക്കുന്നത് സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക, പരസ്പര കുടുംബമായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിച്ചാൽ കുടുംബം സ്വർഗമാവും. ശ്രദ്ധിച്ചിരിക്കലോ, കുടുംബം നരകമാവും. കുടുംബത്തെ നരകമാക്കുന്ന 7 ഘടകങ്ങളുണ്ട്. അപ്പൊ നമ്മള് 5 തൂണുകളിൽ കുടുംബം പണിയണമെന്ന് പറഞ്ഞതുപോലെ കുടുംബത്തെ നരകമാക്കുന്ന 7 ഘടകങ്ങൾ. 1, നാരി ഭരിക്കുന്നിടം നരകം എന്നാണ് പറയുക. നോർമലായ ഒരു ഭർത്താവുള്ള വീട്ടിൽ അവനെ മനഃപൂർവ്വം ഒതുക്കിയിട്ട് കൂടുതൽ വർത്താനവും പറഞ്ഞ് കൂടുതൽ ബഹളവും ഇടപെടലുമായി
ഒരു ഭാര്യ ഇറങ്ങി തിരിച്ചാൽ ആ വീട് നരകമാവും. നോർമൽ ഭർത്താവാണോ അവൻ കൂടുതൽ സംസാരിക്കണം, കൂടുതൽ മുമ്പ് നിൽക്കണം, ഭാര്യ കുറവ് പോലെ നെല്ല് പോലെ പറയുകയാണ്. ചില പെണ്ണുങ്ങളിൽ കാണാം വീട്ടിൽ ചെന്നാൽ ഭർത്താവാണെന്ന് അറിയത്തില്ല, ആകാശവാണി അന്നെ കുത്തി 2 കാലിൽ അകത്തി കുത്തി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ചിലരാണ് വർത്താനം വരുന്നത്. അത് പക്വതയല്ല, ഭംഗിയുമല്ല. ശിരസായ ഭർത്താവ്, തുടരായ ഭാര്യ, അവനെ ഒതുക്കി അതേസമയത്ത് കുടിക്കുന്ന കഴിയവൻ, വീട് നോക്കാത്ത കഴിയവൻ, ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താവ്, അവിടെ ഭാര്യ തീർച്ചയായിട്ടും തലയായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു നോർമൽ ഭർത്താവാണെങ്കിൽ അവൻ മുൻപന്തിക്കണം, ഭാര്യ നെല്ലുപോലെ പറയുന്നിരിക്കണം. നായി നയിക്കുന്നത് നയം. 2 കർക്കശപ്രകൃതി പിടിവാശി. ചില ആണുങ്ങളുണ്ട് ഞാൻ എന്നാ തീരുമാനിച്ചോ അത് മാത്രം നടക്കും. ചില പെണ്ണുങ്ങളുണ്ട് ഞാൻ എന്നാ തീരുമാനിച്ചോ അത് മാത്രം നടക്കും. വിട്ടുവീഴ്ച കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പഠിക്കണം. അതിന്റെ കർക്കശപ്രകൃതി പിടിവാശി കുടുംബത്തിൽ നരകമാകുവാനും. 3 സ്വന്തക്കാർ ബന്ധുക്കൾ. ഭർത്താവിന്റെ വീട്ടുകാരുടെ അമിതമായ ഇടപെടൽ വന്നാൽ ഭാര്യയുടെ വീട് നരകമാകും. ഭാര്യ വീട്ടുകാരുടെ അമിതമായ ഇടപെടൽ വന്നോ ഭർത്താവിന്റെ വീട് നരകമാകും. കല്യാണം കഴിച്ചോ അപ്പനും അമ്മയ്ക്ക് പോലും ഒരു പരിധി വരെ കുടുംബത്തിൽ സ്വാധീനിക്കാൻ അനുവാദം കൊടുക്കാവും. ദമ്പതികൾക്ക് അവരുടെ ലോകം വേണം, മാതാപിതാക്കൾ ഉപേക്ഷിക്കണമെന്നല്ല, എല്ലാം വേണം. പക്ഷെ ഒരുമിച്ചുള്ള ഐക്യം ഭർത്താവിന്റെയും ഭാര്യയുമായിരിക്കണം. ചില സ്വന്തക്കാർ ബന്ധുക്കൾ അവരുടെ അമിതമായ ഇടപെടൽ കുടുംബത്തെ നരകമാകും. 4 നിരാശ. ചില കുടുംബങ്ങളിൽ നരകമാകുന്നത് നിരാശയാണ്. ചോദിക്കാം, ചേട്ടൻ അടുപ്പായ എപ്പം വരുന്നറിയാം. അപ്പൊ ഏമക്കപ്പെട്ടവരാ, മറുപടിയേ ഇല്ല. അത് കാണിക്കുന്ന ജീവിതത്തിന്റെ നിരാശയാണ് കാണിക്കുക. ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, നിരാശയുടെ അവസ്ഥ, അത് കുടുംബത്തെ നരകമാകുന്നു. സാധാരണ കുടുംബത്തിൽ വരുമ്പോൾ വയലെ സോപ്പ് തീർക്കുമ്പോൾ സ്വർഗത്തിന്റെ ഉന്യാസം ഇവിടത്തേക്കുകളാണ് മസ്ത് മസ്തി മുസ്തഫ മുസ്തഫ മന്മദാസ ആൾക്കാർ തിരുന്നത് വയലെ സോപ്പ് തീർക്കുമ്പോഴാണ്. ചില ആൾക്കാരുണ്ട് വയലെ സോപ്പ് തേച്ച് കുളിമുറി എന്ന് കുളിക്കുമ്പോഴും പാടുന്ന പാട്ട് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ നിന്നാൽ. വീട്ടിൽ മനുഷ്യരുണ്ട് എപ്പോഴും നിരാശ. നിരാശ കുടുംബത്തെ നരകമാകും. 1 നാരി നയിക്കുന്നത്, 2 കർക്കശപ്രകൃതി പിടിവാശി, 3 സ്വന്തക്കാർ ബന്ധുക്കൾ, 4 നിരാശ. 5 മന്ദപ്രകൃതി അലസത കുടുംബത്തെ നരകമാകും. ചില കുടുംബത്തിൽ ഒരു മന്ദപ്രകൃതിയാണ്. ചില വീട്ടിൽ ചെല്ലുമ്പോഴറിയാം പിശാചി ഈമ്പിയ ആളാണ് കുടുംബനാഥ. വീടിന്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം കണ്ണടങ്ങിന് ആക്കിയിട്ട് വെച്ചിരിക്കുന്നു. പരിക്കത്ത് കയറി ചെന്നപ്പം ചക്കയെന്ന് തോരണം പോലെ ഞാൻ ഇരിക്കുന്നു. മൂട്ടുപേശ ബ്ലൗസ് ഇഷ്ടപ്പെടാതെ പോലെ പൊക്കി വെച്ചിരിക്കുന്നു. കട്ടിലയുടെ സാരി ചുറ്റി തിരികെ പോലെ കടത്തി വെച്ചിരിക്കുന്നു. കപ്പ വേവിച്ച പാത്രം ടാപ്പിലയുടെ കുതിരാനിരിക്കുന്നു. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം ഇനിയും കുതിർന്ന് തീർന്നിട്ടില്ല. എല്ലാ ക്ലാസ്സിലും മത്തിയുടെ ഉടുമ്പ്, അയലയുടെ വാണം, ഇറച്ചി വെള്ളത്തിന്റെ നാറ്റം. 2008-ലെയും 2009-ലെയും കലണ്ടർ ഒരു നാണമില്ലാതെ തൂങ്ങിക്കിടക്കുന്നു. ക്ലോക്ക് നിര്യാതനായിട്ട് ദിവസം വരഞ്ഞു കഴിഞ്ഞു. എപ്പോൾ നോക്കിയാലും 8:10 ക്ലോക്ക് നീങ്ങിയിരിക്കില്ല. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോ മുറിയിലും കയറി ഇറങ്ങി വിശുദ്ധയിലും കളിച്ചു പോകുമ്പോൾ കുടുംബം ഞാൻ നോക്കുമ്പോൾ കീഴത്തുണി, കൈക്കൽ തുണി, മരുന്നുണി കട്ടിലേ കിടക്കുക. കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റിൽ മൂടി പോവുക. എനിക്ക് പൊക്കി വെച്ചിരിക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ മുറിച്ച് നോക്കുമ്പോൾ എല്ലാം കൂടെ പൂവാരം കൂടിയിട്ട് കുതിരപ്പുറം പോലെ ഇങ്ങനെ. ഞാൻ ഇതിനകങ്ങളെ മോട്ടോർ സൈക്കിൾ കണ്ടിലേക്ക് മൂടി വെച്ചതാണ്. വൃത്തിയില്ലാത്ത ബന്ധങ്ങൾ കുടുംബത്തേതായ ഇതുപോലെ ആളുകളുണ്ട്. ചില ആളുകളുടെ അവർ എഴുതി പോകുന്ന കട്ടിൽ കണ്ടാൽ യേശുക്രിസ്തുവിന്റെ കല്ലറ പോലെയാണ്. ലൂണ്ട് പറിച്ച് നാലുപേരും പുറകിലെടുത്ത് കല്ലിലും വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കട ചെന്ന് ഏതോ അപ്പാപ്പന്റെ ഉണക്കസഞ്ചി വിട്ട് പൂളവെള്ളം വാട്ടച്ചായ അടിച്ചു കയറ്റുക. പിന്നെ ഫ്രീ ടൈം എപ്പോൾ കിട്ടുമോ ഭാര്യയുടെയും മകളെ ഇരിക്കാൻ ഇഷ്ടമില്ല. കടത്തിന്റെയും നെട്ടിലിരുന്ന് ഭൂമിയിലെ പൊട്ടന്മാരുടെ കളിയായ ചീട്ടുകളിയായിട്ട് ഒറ്റയിരിക്കുക. ഈ ലോകത്ത് പൊട്ടന്മാരുടെ കളിയിൽ ഒറ്റ കളിയുള്ളൂ, അത് ചീട്ടുകളിയാണ്. കാരണം ലോകത്ത് എവിടെ ചെന്നാലും ഒന്നിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം 10 എന്ന സംഖ്യ 9-നേക്കാൾ വലുതാണ്. ചീട്ടുകളി മാത്രമാണ് 9-10 വെട്ടുന്ന ഏക കളി. അതിനാൽ പത്രന്മാരുടെ കളി ഈ കളിയായിട്ട് തൃപ്തിയിലും വരാന്തയിലും ഒറ്റയിരിക്കും. മന്ദപ്രകൃതി അലസത. മറ്റൊന്നാണ് അതൃപ്തി. തൃപ്തിയില്ലാത്ത വർത്തമാനം പറിച്ച് കുടുംബത്തെ നരകമാകും. ആണുങ്ങളുണ്ട്, പെണ്ണുകൊണ്ട് തൃപ്തിയില്ലാത്ത വർത്തമാനം ആണുങ്ങൾ ഒത്തിരി കൂടുതലുണ്ട്. സ്ത്രീകളോട് ഒപ്പം തൃപ്തിയില്ലാത്ത കമന്റുകളെ സ്ത്രീകളെ വായിലും വരും.
വിവാഹ വാർഷികത്തിൽ എറണാകുളം ജയലക്ഷ്മി സാരി കമ്പനി കൊണ്ടു. രാവിലെ 9 മുതൽ 11 വരെ സകലമായ സാരി തിരിച്ചിട്ടും മറിച്ചിട്ട് നോക്കിയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട സാരി അവസാനം കെട്ടിയിട്ടിച്ചു. എന്തോരം സമയമാണ് ഈ കപ്പാൻ പറഞ്ഞ് നിർത്താൻ വരെ വിടായി വിഷയ. ഞാൻ നോക്കട്ടെ, ഇങ്ങനായി നോക്കുന്നു. നല്ല ചുമന്ന പച്ച സാരി ഉണ്ടോ? ഞാൻ അത് കിട്ടിയാലേ പോകുന്നുള്ളൂ. 7 പഠിക്കുന്ന കുട്ടി ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോ അവരോട് വേണ്ടി അപ്പ സ്കൂളിൽ ഒരു മാജിക്കുകാരൻ എന്തൊരു മാജിക്ക. എന്താണ് മാജിക് കാണിച്ചത്? എന്റെ അപ്പ 10 രൂപയുടെ നോട്ട് മേടിച്ച് വായി വെച്ചിട്ട് തോരണം പുറത്തേക്ക് വലിച്ചു വലിച്ചു എന്നൊരു മാജിക്ക. അപ്പോൾ അതാണ് മാജിക്ക്. നിന്റെ അമ്മയുടെ മാജിക്കല്ലേ മാജിക്ക്. 1005 കൊണ്ട് കൈ പിടിച്ചാൽ അവൾ ഒരു നിമിഷമെടുത്ത് സാരിയായിട്ട് മറ്റു നീട്ടി പുറത്തേക്ക് കൊണ്ടുവരും. സാരിയാണ് പെണ്ണുങ്ങളെ ലോകത്തിലെ ഏറ്റവും നല്ല ഡ്രസ്സ്. സാരി പെണ്ണുങ്ങളെ ഏറ്റവും നല്ല ഡ്രസ്സെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യൻ പെണ്ണുങ്ങളാണ്. അതും ഒരു ശ്ലോകത്തിലൂടെ, ഒരു പാട്ടിലൂടെ. ആ പാട്ടാണ് സാരി നമ്മളാണ് ചെരുപ്പ് കേട്ട 3 മണിക്കൂർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ശരിക്കില്ല. പാരകൾ പാടകൾ ലെതറേ കയറേ കഥയിട്ടു എല്ലാം കാണിച്ചിട്ടും അവർ ഇഷ്ടപ്പെട്ട് ചെയ്തില്ല. അവസാനം ഒരു സെയിൽസ്മാനോട് ചോദിക്കുക, ഇവിടെ വേറെ വല്ല നല്ല ജോലി ചെരുപ്പും അവർക്ക് അങ്ങനെ കാണിക്കാന്നൊക്കെ കാണിച്ചു. ഇനി 2 എണ്ണേ ഉള്ളൂ, മേടിക്കുന്നു തോന്നുന്നില്ല, എന്റെ കാര്യം കഴിഞ്ഞതാണ്. ഇതാണ് തരാം. ഈ അതിർത്തി കുടുംബത്തെ നരകമാകും. വീണ്ടും 7ാമത് കഴിഞ്ഞകാല ചരിത്രം ഭാര്യയോട് ചോദിക്കുന്നതും ഭർത്താവിനോട് ചോദിക്കുന്നതും കുടുംബത്തെ നരകമാകും. കാര്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ കാലം ചോദിക്കരുത്. ചോദിച്ചല്ലേ കേട്ടാവും. കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞിനെ കുഴപ്പമില്ലാതെ പോകാനായിട്ട് നമ്മൾ പഠിക്കുക. പലപ്പോഴും ആദ്യ രാത്രി ഭർത്താവും ഭാര്യയും കൂടെ കട്ടിൽ ഉരുമി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അവളോട് ചോദിക്കുക, എടി സത്യം പറ, എന്നെ തൊടുന്നതിന് മുമ്പ് ഏതെങ്കിലും ആളുകളെ തൊട്ടിട്ടുണ്ടോ, തട്ടിട്ടുണ്ടോ, മുട്ടിട്ടുണ്ടോ? അവളോട് ചേട്ടൻ പറയാമെന്ന് ഞാൻ പറയാം. ഞാൻ ഇത് തന്നെയാണ് പേടി. അവൾ പറഞ്ഞു, പുതിയ മലയാറ്റമല കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 30 പേരിയായിരുന്നു ഒരു വണ്ടിയിൽ പോയി. മലയുടെ കാടുകളിൽ വണ്ടി ഇട്ടിട്ട് കൊല്ലുപിടിച്ച് മുത്തപ്പ കൊല്ലരയ്ക്കെന്ന് പറഞ്ഞ് പിന്നെയും കയറിയപ്പോൾ വല്ലാതെ ബാധിച്ചു. കയ്യിൽ കയറി റോബസ്റ്റാമെന്ന് തൊലി പൊടിച്ചിട്ട് പഴം നിന്നും തൊലി താഴെ. വീണ്ടും മുത്തപ്പാന്ന് ചവിട്ടി കയറിയപ്പോൾ തൊലിയെ ചവിട്ടി തന്നെ ഞാൻ താഴെ വിടാൻ പറഞ്ഞു. വീടാതിരിക്കാൻ അയൽവക്കത്തെ മാറ്റി എന്റെ അരികിൽ ഇതൊന്ന് കെട്ടിപ്പിടിച്ചു. ആ നിപ്പ് ഒരു 20 മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ നിന്നല്ല, മലയുടെ കാട് തൊലിയുടെ മുകളിൽ 20 മിനിറ്റ്. അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോഴും അരിശുവെന്ന കെട്ടിയവൻ പറയും, എഴുതി വലിയ പുണ്യാഴ്ച സമയണ്ട, ഞാനൊന്നും മറന്നിട്ടില്ല കേട്ടോ, പുണ്യാഴ്ച മാത്രം റോബസ്റ്റാ തൊലിയും. അതുകൊണ്ടാണ് പറയുക, കല്യാണം കഴിഞ്ഞ കാലം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന കുടുംബത്തെ അതിന്റെ വിശുദ്ധി നമുക്ക് സൂക്ഷിക്കാം. അടിസ്ഥാനപരമായ 5 മൂലക്കല്ലുകളിൽ കുടുംബജീവിതത്തെ നമുക്ക് ഉറപ്പിക്കാം. വിജ്ഞാനം, വിശുദ്ധി, വിവേകം, ആ മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റരുത്. വിജ്ഞാനമുള്ള, വിശുദ്ധിയുള്ള, വിവേകമുള്ള, വിധേയത്വമുള്ള വ്യക്തികളായി ജീവിച്ച് പരസ്പരം വീണ്ടെടുക്കുവാൻ ദൈവം വിളിക്കുന്നു. നരകമാകുന്ന ഘടകങ്ങളെ ഉപേക്ഷിച്ച് സ്വർഗമാകുന്ന ഘടകങ്ങളെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അവ ഒന്നാകുവാൻ എന്നുള്ള സഭയുടെ കാഴ്ചപ്പാടും ക്രിസ്തുവിന്റെ മനസ്സും നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും സമൂഹമായി അനുഗ്രഹിക്കും. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമാകുന്ന അനുഭവമാണ് കുടുംബം. കുടുംബത്തിലെ അടിസ്ഥാന ഘടകങ്ങളായ ഭാര്യയും ഭർത്താവും ദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുമ്പോൾ ആ കുടുംബം സ്വർഗീയ അനുഭവമാവുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് പുത്തുകാരന്റെ അച്ഛന്റെ വാക്കുകളിലൂടെ കുടുംബജീവിതത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട ചില അനുഭവങ്ങൾ, അകലം പാലിക്കേണ്ടതായ ചില മേഖലകൾ, അതെങ്ങനെയാണ് വിജ്ഞാനത്തോടും വിവേകത്തോടും വിശുദ്ധിയോടും വിവേകത്തോടും കൂടി വീണ്ടെടുക്കുവാൻ സാധിക്കുന്നത്, അവിടെയാണ് കുടുംബം സ്വർഗതുല്യമാകുന്നത് എന്നാണ്. ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു മാന്യദേഹമാണ് ബഹുമാനപ്പെട്ട ജോസഫ് പുത്തുകാരന്റെ അച്ഛൻ. ഈ ഫെബ്രുവരി മാസം 14-ാം തീയതി നമ്മുടെ ഭദ്രാസന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുവാൻ അതിന് ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തിരുവനന്തപുരം ബഹുമാനപ്പെട്ട അച്ഛന് അന്ന് ഒരു കുടുംബത്തെ പറ്റിയുള്ള ഒരു ക്ലാസ് എടുക്കുവാനായിട്ട്
വിളിക്കുന്നതിനെ കുറിച്ച് തിരുവനന്തപുരം സൂചിപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ ലോകത്തുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു വർഷം നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബ സംഗമത്തിന് അച്ഛനെ വിളിച്ചാൽ എന്താണെന്ന് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഡിസംബർ മാസം 31-ാം തീയതി 2014 ഡിസംബർ 31-ാം തീയതി അച്ഛനെ വിളിക്കുന്നത്. നമ്മൾ അതിന് ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷേ അച്ഛൻ ആ സമയത്ത് അമേരിക്ക, കുവൈറ്റ് ആ സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ട് നമുക്കത് പിന്നീട് അത് ഒന്നുകൂടെ ഏറ്റുമാറ്റി. അങ്ങനെയാണ് ഈ 4-ാം തീയതി 3 മണി മുതലുള്ള ഈ കുടുംബ സംഗമത്തിന് ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ലഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് വികാരി സഭയുടെ കുടുംബത്തെ പറ്റിയുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് അവർ ഒന്നാകുന്നത് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് അടൂർ, അതുപോലെ ചെങ്ങന്നൂര്, അതുപോലെ മഹാമൂർത്തി കൺവെൻഷൻ, അവിടെയെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ ആ വേദികളിലെ ഏറ്റവും ധന്യമാകുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ലഭിച്ചത് വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം വളരെ തിരക്കുള്ള ഒരു മാന്യ വ്യക്തി മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ കോളേജ് ഇടവകയുടെ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാണിച്ച അച്ഛന്റെ മനസ്സ്. നമുക്ക് അച്ഛൻ പറഞ്ഞ വാക്കുകൾ വളരെ ചിരിച്ചു വളരേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിരിക്കുവാനായിട്ട് അനേകം കാര്യങ്ങൾ നമുക്ക് നൽകിയത് ചിരിയേക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കുവാനാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബവും ഏറ്റവും സാക്ഷ്യവും മാതൃകയുമുള്ള കുടുംബമായി മാറുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് ഇടവകയുടെ നന്ദി സ്നേഹവും കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന വൈദിക ശേഷം ഏവരോട് നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നു ചേർന്ന് നിങ്ങളെല്ലാവരോടും ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഇന്ന് 2 കല്യാണം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുകളുണ്ട്. പക്ഷെ ആ തിരക്കുകളെല്ലാം നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ കടന്നു വന്ന നിങ്ങളോട് നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയുകയാണ്. 2015 വർഷത്തിൽ ഒരു തുടക്കം നല്ല ഒരു അനുഭവത്തിലൂടെ നമ്മുടെ കുടുംബം സ്വർഗമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വർഗത്തെ എങ്ങനെയാണ് സ്വർഗം തുല്യമാക്കേണ്ടത് ദൈവം സംയോജിപ്പിച്ച കുടുംബ ജീവിതം. അത് നമ്മുടെ സംയോജനത്തിലൂടെ, നമ്മുടെ വിട്ടുവീഴ്ച, അതുപോലെ